എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ആൾക്കാർ ഇപ്പൊ വില്ലേജ് ഒക്കെ കണ്ട് അങ്ങനെ നടക്കുകയാണ്. ബൊറൂട്ടോ ബൊറൂട്ടോ ഇവാബയോട് പറയും, ഒരു കാരണവശാലും മുൻപത്തേതുപോലെ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പാടില്ല. നമ്മൾ എന്തായാലും നമ്മുടെ വില്ലേജിന്റെ ഡീസൻസി അത് കാണിച്ചേ പറ്റൂന്ന് പറഞ്ഞ് അവരങ്ങനെ നടന്നു പോകും. തന്നെ കാഗുറ പറയും, നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരാളെ കാണാൻ പോവാണ്. അത് മറ്റാരുമല്ല, ഈ വില്ലേജിലെ മിസിഗാഗ. അവനത് പറഞ്ഞു തീർക്കുമ്പോഴേക്കും മിസുകാക നല്ല അടിപൊളിയായി കൈയൊക്കെ വീശി കാണിച്ച് നമ്മുടെ ആൾക്കാർക്ക് ഹായൊക്കെ കൊടുത്ത് അവിടേക്ക് നടന്നു വരികയാണ്. കാഗുറ ഉടനെ ഇപ്പൊ ലേഡി മിസുകാഗയെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇദ്ദേഹമാണ് ലേഡി മിസുകാഗ. ഫോർത്ത് നിഞ്ച വാറില് അലൈൻഡ് ഷിനോബി ഫോഴ്സില് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മാഡം റിട്ടയർഡായി ഇപ്പൊ പുതിയ മിസുകാഗയാണ് രാജ്യം ഭരിക്കുന്നത്. ഉടനെ മിസുകാഗ അവരാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ എല്ലാവരെയും നോക്കി വിഷ് ചെയ്ത് അവരോട് പറയും, ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ വളരെ ചെറുതാണ്, നിങ്ങളാണ് ഫ്യൂച്ചർ തലമുറ. സോ നിങ്ങൾക്ക് ലോകത്തിന് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും, പഠിച്ചു മിടുക്കരായി അതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് അവിടുന്ന് കടന്നു പോവും. അതിനുശേഷം ഇപ്പൊ നമ്മുടെ ആൾക്കാരെല്ലാവരും ചേർന്ന് പുതിയ മിസുകാഗയെ കാണാൻ ആളുടെ ഓഫീസിലേക്ക് വരും. പുതിയ മിസുകാഗ അത് മറ്റാരുമല്ല, സാക്ഷാൽ ചോച്ചിറോ ആണ്. ചോച്ചിറോയ്ക്കാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ കണ്ട് ഭയങ്കര സന്തോഷാവും. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു, നിങ്ങളെല്ലാവരെയും ഞങ്ങളുടെ ഈ വില്ലേജിലേക്ക് ഹൃദയപൂർവ്വം ഞാൻ ക്ഷണിക്കുകയാണ്. ചോച്ചിറോ പറയും, ആക്ച്വലി ഈ ഒരു ഫീൽഡ് ട്രിപ്പ് അത് ഞാൻ അറേഞ്ച് ചെയ്തത് പോലും ലീഫ് വില്ലേജുമായിട്ടുള്ള നല്ലൊരു കണക്ഷനും ബോണ്ടും അത് ക്രിയേറ്റ് ചെയ്യാനാണ്. പഴയതുപോലെ തന്നെ അല്ലെങ്കിൽ പഴയതിനെ കഴിഞ്ഞും കൂടുതലായിട്ടുള്ള ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് സ്പീച്ച് കൊടുക്കുകയാണ്. ഇവിടെ ബൊറൂട്ടോയ്ക്കാണെങ്കിൽ അത് കേട്ട് ബോറടിക്കും. അവൻ കോട്ടുവായൊക്കെ ഇട്ട് അങ്ങനെ നിൽക്കും. ചോച്ചിറോ ആണെങ്കിൽ അത് കണ്ട് ചിരിക്കും. എനിക്കറിയാം എൻ്റെ സ്പീച്ച് അത് നിങ്ങൾക്ക് ബോറിംഗ് ആവും, പക്ഷേ എനിക്കിത് പറയാതെ വേറെ നിവൃത്തിയില്ല. വർഷങ്ങൾക്ക് മുൻപ് ലീഫ് വില്ലേജും ഈ മിസ്റ്റ് വില്ലേജും രണ്ട് വില്ലേജുകളും തമ്മിൽ വലിയ യുദ്ധങ്ങളും പോരാട്ടങ്ങളും ഉണ്ടായിരുന്നു. ഈ ഒരു വില്ലേജിന് അറിയപ്പെട്ടിരുന്നത് പോലും ബ്ലഡ് മിസ്റ്റ് വില്ലേജ് എന്നാണ്. എന്നാൽ ഇന്ന് അതൊക്കെ മാറി രണ്ട് വില്ലേജും നല്ല ബോണ്ടിലാണ്. മാത്രമല്ല നിങ്ങളെപ്പോലുള്ള പുതിയ ജനറേഷൻ അവർ വേണം ഇനി ഗ്രാമങ്ങളിലെ എല്ലാം തന്നെ ഐക്യം ഊട്ടി ഉറപ്പിക്കാനും സമാധാനം അത് പുനഃസ്ഥാപിക്കാനും. അതിനുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇപ്പൊ നടക്കാൻ പോകുന്ന ഈ ഒരു ക്യാമ്പ്. ഹിഡൻ മിസ്റ്റ് വില്ലേജില് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ സ്ഥലങ്ങളും ചുറ്റി നടന്ന് കാണാം. കാഗുറ ഉടനെ അവർക്ക് ഓരോ സ്ഥലങ്ങളായിട്ട് കാണിക്കാനായിട്ട് ആരംഭിക്കും. അത് കണ്ട് ചോച്ചിറോ കാഗുറയെ ആളുടെ അടുത്തേക്ക് വിളിക്കും. എന്നിട്ട് എന്തൊക്കെയോ ചില ഇൻസ്ട്രക്ഷൻസ് ഇപ്പൊ കാര്യമായിട്ട് അവന് പറഞ്ഞു കൊടുക്കും. ഇവിടെ ഇവാബയ്ക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ബോറടിക്കും. അവന്റെ മനസ്സിലാണെങ്കിൽ എങ്ങനെയെങ്കിലും തിരികെ പോകണം എന്ന് മാത്രമാണ്. ഇവിടെ കാഗുറയും ചോച്ചിറയും അവർ രണ്ടുപേരും ഇപ്പൊ കാര്യമായിട്ട് സംസാരിക്കുകയാണ്. ചോച്ചിറ കാഗുറയോട് പറയും, ദ ഫ്യൂച്ചർ മിസുകാകെ അത് നീ ആവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിനക്ക് അതിനുള്ള കഴിവുണ്ട്. എല്ലാവരെയും കോപ്പറേറ്റ് ചെയ്ത് കൊണ്ടുപോകാനും മറ്റുള്ളവരെ മനസ്സിലാക്കാനും നിനക്ക് ഈസി ആയിട്ട് പറ്റും. അതിനവൻ ടെൻഷനായിട്ട് എനിക്കൊരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളെ അല്ല. നമുക്കിതിനെക്കുറിച്ച് പിന്നെ സംസാരിക്കാം. എനിക്കിപ്പോ കുട്ടികൾക്ക് കാഴ്ചകൾ കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് അവൻ പുറത്തേക്ക് പോകും. അതേസമയം നമ്മുടെ ആൾക്കാര് അവര് ഭയങ്കര ഹാപ്പി ആയിട്ട് ആ സിറ്റി മുഴുവൻ ചുറ്റി നടന്ന് കാണുകയാണ്. ആണെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻസ്ട്രക്ഷൻസും കറക്റ്റായിട്ട് കൊടുക്കും. ഓരോ കാഴ്ചകൾ കാണിച്ചു കൊടുത്തും പറഞ്ഞു കൊടുത്തും ഒരു ഫുൾ ടൈം അവൻ എൻഗേജ്ഡ് ആക്കി നിർത്തും. ഇവിടെ മീറ്റ്സി ആണെങ്കിൽ കാഗുറയെ കണ്ട് പറയും, കാഗുറ അവൻ ശരിക്കും ഭയങ്കര സ്മാർട്ടാണ്. ഇപ്പോഴത്തെ മിസുകാഗയായിട്ട് അവന് നല്ല കണക്ഷൻ ഉണ്ട്. സോ തീർച്ചയായിട്ടും അടുത്ത മിസുകാഗ അത് കാഗുറ തന്നെയായിരിക്കും. ആരുടെ ചോദിക്കും, നിനക്ക് കാഗുറയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാമല്ലേ? അതിനവൻ പറയും, അതെ, ആക്ച്വലി ഇവനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. ഇവനെ ആക്ച്വലി 7 സ്ക്വാഡ് നിഞ്ച ബേറ്റിൽ പോലും സെലക്ട് ചെയ്തവനാണ്. അതുകൊണ്ട് തന്നെ 100% അടുത്ത മിസുകാക അതിവൻ തന്നെയാണ്. അത് കേട്ട് സാറുടെയും ഷിക്കടയും അവർ രണ്ടുപേരും ഷോക്കാവും. ഇത്ര ചെറുപ്പത്തിലെ ഇവൻ ഇത്രയും വലിയ അച്ചീവ്മെന്റ്സ് ഒക്കെ ഉണ്ടോ? ബൊറൂട്ടോയ്ക്ക് ആണെങ്കിൽ അവൻ പറയുന്ന ഒന്നും മനസ്സിലാവില്ല. അതിന് ഷിക്കട അവൻ പറയും, മിസ്റ്റ് വില്ലേജില് ആകെപ്പാടെ 7 സ്ക്വാഡുകളാണ് ഉള്ളത്. ഫസ്റ്റ് മിസുകാക അദ്ദേഹത്തിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ആയത്. ആ 7 സ്ക്വാഡിനും 7 പവറുകളാണ് ഉള്ളത്. 7 സ്ക്വാഡും ഒരേ സമയം ഒരേ സ്ഥലത്ത് ഒരുമിച്ച് കൂടുകയാണെങ്കിൽ ഒരു നേഷനെ പോലും അവരെ കൊണ്ട് ഇല്ലാതാക്കാൻ കഴിയും. അത് ആക്ച്വലി ഒരു മോൺസ്റ്റർ പവർ ആണെന്നൊക്കെ പറഞ്ഞ് അവർ കൂടുതലായിട്ടും അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും. അപ്പൊ കാഗുറ അവിടേക്ക് വന്ന് അവരെ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് അക്കാദമിയിലേക്ക് പോകും. ഇതാണ് മിസ്റ്റ് വില്ലേജിലെ അക്കാദമി. അവിടെ ഒരുപാട് സ്റ്റുഡൻസ് ഇപ്പൊ വാട്ടർ സർഫേസിൽ നിന്ന് വുഡ് സ്ക്വാഡൊക്കെ ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്യാണ്.
അവരുടെ ഫൈറ്റും ടാലന്റും ഹാർഡ് വർക്കൊക്കെ കണ്ട് നമ്മുടെ ആൾക്കാർ നാണിച്ച് മുഖം താഴ്ത്തി നിൽക്കും. ഉടനെ ചോച്ചർ അവിടേക്ക് വന്ന് നമ്മുടെ ആൾക്കാരുടെ അഭിപ്രായം ചോദിക്കും. അതിന് ബൊറൂട്ടോ പറയും, ഈ സ്ക്വാഡ്സ്മാൻ പവറൊക്കെ ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത്തരത്തിലുള്ള ട്രെയിനിങ് ഒന്നും ഞങ്ങൾ എടുത്തിട്ടില്ല. അതിന് മിസ്സുകാക ചിരിക്കും. മിസ്സുകാക പറയും, അങ്ങനെയാണെങ്കിൽ ബൊറൂട്ടോ നീ ഒന്ന് ട്രെയിനിങ് എടുത്ത് നോക്ക്. നിന്റെ ഓപ്പണന്റ് ആയിട്ട് കാഗുര ആയിരിക്കും നിന്നോട് ഏറ്റുമുട്ടുക. കാഗുരയ്ക്കാണെങ്കിൽ അത് കേട്ട് ടെൻഷനാവും. പക്ഷെ നമ്മുടെ ബൊറൂട്ടോയ്ക്ക് അവനാണെങ്കിൽ ഫൈറ്റ് ചെയ്യാൻ ഭയങ്കര ആവേശമാവും. മിസ്സുകാക പറയും, ഇതൊരു ഫ്രണ്ട്ഷിപ്പ് മാച്ചാണ്, കാര്യമായിട്ട് എടുക്കണ്ട. രണ്ടുപേരും സ്മാർട്ടായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറഞ്ഞ് ഇപ്പൊ ഗോദയിലേക്ക് അയക്കും. രണ്ടുപേരും ഇപ്പൊ വെള്ളത്തില് അടിപൊളിയായിട്ട് ബാലൻസ് ചെയ്യാണ്. പക്ഷെ ഒരുപാട് നേരമായിട്ടും ഒരു പരസ്പരം ഫൈറ്റ് ചെയ്യില്ല. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ ഓൾമോസ്റ്റ് അവന്റെ കൺട്രോൾ പോയി തുടങ്ങി. ഇനിയും ഇങ്ങനെ നിന്നാ ശരിയാവില്ല എന്ന് പറഞ്ഞ് അവൻ വെള്ളമൊക്കെ തെറിപ്പിച്ച് കാഗുരയെ വെട്ടാനായിട്ട് അങ്ങനെ പാഞ്ഞടുക്കുകയാണ്. പക്ഷെ അടുത്ത സെക്കൻഡ് കാഗുര അവൻ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി ബൊറൂട്ടോയെ വെട്ടിത്തിരിപ്പിച്ച് അവന്റെ സ്ക്വാഡിനൊരൊറ്റ അടി. ആ ഒരു അടിയില് ബൊറൂട്ടോയുടെ സ്ക്വാഡ് അത് തെറിച്ചു പോവും. അങ്ങനെ അവൻ ഫെയിലാവും. ഇവാബയ്ക്കാണെങ്കിൽ അത് തീരെ ഇഷ്ടാവില്ല. അവൻ ഫുൾ കലിപ്പില് അവിടുന്ന് നടന്നു പോകും. ഇവിടെ കാഗുര ആണെങ്കിൽ അങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കും. അതിന് ബൊറൂട്ടോ, കാഗുര നിനക്ക് എന്തു പറ്റി, എന്താ ഉണ്ടായേ? അതിനവൻ പറയും, കുഴപ്പമൊന്നുമില്ല, ഞാനിപ്പോ ഓക്കെയാണ്. ശരിക്കും നീ അടിപൊളിയായിട്ട് ഫൈറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് അവനെയും കൂട്ടി ബാക്കിയുള്ള സ്റ്റുഡൻസിന്റെ അടുത്തേക്ക് വരും. കാഗുര, ആക്ച്വലി നിങ്ങളല്ലേ അടുത്ത മിസ്സുകാക? അതിന് കാഗുര പറയും, അയ്യോ അല്ല, ആ മിസ്സുകാകയൊന്നും അല്ല, ഞാൻ വെറും ഒരു ഗൈഡാണ്. ഇപ്പൊ എന്റെ ജോലി നിങ്ങളെ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യുക എന്നത് മാത്രമാണ്. അതിനുശേഷം നമ്മുടെ ആൾക്കാർ ഇപ്പൊ ബീച്ചൊക്കെ കാണാനായി കടലിന്റെ അടുത്തേക്ക് വരും. ബൊറൂട്ടോ ഒരു കടയിൽ പോയി അവന് കഴിക്കാനായിട്ട് കുറച്ച് സ്നാക്സ് വാങ്ങിക്കും. ഉടനെ ആ കടക്കാരൻ, നിങ്ങളല്ലേ ലീഫ് വില്ലേജിൽ നിന്ന് വന്ന സ്റ്റുഡൻസ്? ഇതിന് ബൊറൂട്ടോ പറയും, അതെ. ഉടനെ കടക്കാരൻ അതാണെങ്കിൽ എക്സ്ട്രാ ഒരു സ്നാക്ക് കൂടെ നമ്മുടെ ബൊറൂട്ടോയ്ക്ക് കൊടുക്കും. അത് കിട്ടിയ സന്തോഷത്തില് അവൻ സാറയുടെ അടുത്തേക്ക് വന്ന് ആ എക്സ്ട്രാ കിട്ടിയത് അവൾക്ക് കൊടുക്കും. അങ്ങനെ അവർ രണ്ടുപേരും അതൊക്കെ കഴിച്ച് അങ്ങനെ ക്യാഷ്വലായിട്ട് സംസാരിച്ച് ആ സ്റ്റെപ്പിൽ ഇരിക്കുകയാണ്. ആൾക്കാർക്കാണെങ്കിൽ അതിന്റെ ടേസ്റ്റ് അത് ഒരുപാട് ഇഷ്ടാവും. അപ്പൊ കാഗുര അവിടേക്ക് വരും. ഉടനെ ബറൂട്ടോ, ആക്ച്വലി നിങ്ങളുടെ നാട്ടിലെ ആൾക്കാർ ശരിക്കും നല്ലവരാണ്. മാത്രമല്ല ഈ ഫുഡിനൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാഗുര പറയും, ഇതുപോലുള്ള ഒരുപാട് സാധനങ്ങൾ ഇവിടെ കഴിക്കാൻ കിട്ടും. നിങ്ങളുടെ ഗ്രാമത്തിലും ഇതുപോലുള്ള സാധനങ്ങളില്ലേ? ഞാൻ ഒരുപാട് കാര്യങ്ങൾ ലീഫ് വില്ലേജിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ഞാനും അവിടേക്ക് വരുന്നുണ്ട്. ഉടനെ ബൊറൂട്ടോ പറയും, ഇതുപോലുള്ള ഒരു സാധനങ്ങളും അവിടെ ഇല്ല. ഇത്ര അടിപൊളി സ്ഥലങ്ങളും കാണാനുള്ള കാഴ്ചകളും ഇതൊന്നും തന്നെ അവിടെ ഇല്ല. നിങ്ങളുടെ അത്ര ടെക്നോളജി പോലും അവിടെ അഡ്വാൻസ്ഡ് അല്ല. അതിന് കാഗുര പറയും, വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങളും ഒന്നുമല്ലായിരുന്നു. എത്രയോ താഴെയായിരുന്നു ഞങ്ങളുടെ സ്ഥാനം. അതിനുശേഷം ഞങ്ങളുടെ മിസ്സുകാക അദ്ദേഹമാണ് ഈ കാണുന്ന വിധത്തില് ഞങ്ങളുടെ വില്ലേജിനെ മാറ്റിയെടുത്തത്. അദ്ദേഹത്തിനോട് ഞങ്ങൾക്ക് തീർത്താ തീരാത്ത കടപ്പാടാണ്. ബ്ലഡ് മിസ്റ്റ് വില്ലേജിനെ വെറും മിസ്റ്റ് വില്ലേജ് ആക്കി മാറ്റിയത് അദ്ദേഹത്തിന്റെ ഒറ്റരാളുടെ കഴിവാണ്. അവിടെ നിന്ന് അങ്ങനെ കട്ട് ചെയ്ത് അവരെ എല്ലാവരെയും കൂട്ടി ഇപ്പൊ മറ്റൊരു സ്ഥലത്തേക്ക് വരും. കാഗുര പറയും, ഇവിടെ വെച്ചാണ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആയ സ്റ്റുഡൻസ് അവർ ഫൈറ്റ് ചെയ്ത് അവരുടെ നന്ദി അത് പ്രകാശനം ചെയ്യാൻ. സമയം ഇവിടെ ഇവാബെ അവൻ പറയും, എന്റെ ഗ്രാൻഡ് പാ യാഗുരയായിട്ട് ഫൈറ്റ് ചെയ്തിരുന്നു. ഫൈറ്റിനൊടുവില് എന്റെ ഗ്രാൻഡ് പയെ ആള് കൊന്നു കളഞ്ഞു. സോ ഒരു കാരണവശാലും എന്റെ പപ്പ അദ്ദേഹം നിങ്ങളോടും ഈ ഗ്രാമത്തിനോട് ക്ഷമിക്കില്ല എന്ന് ഇവാബെ അവൻ ഫുൾ കലിപ്പില് ഇപ്പൊ കാഗുരയോട് പറയും. കാഗുരയ്ക്കാണെങ്കിൽ എന്താ പറയണ്ടേന്നറിയില്ല. അവനിപ്പോ ഇവാബയോട് മാപ്പ് അപേക്ഷിക്കും. അത് കേട്ട് ഇവാബയുടെ കൺട്രോൾ പോവും. നിങ്ങൾ മാപ്പ് പറഞ്ഞ ചെയ്ത തെറ്റ് ഇല്ലാതാവോ? ഈ മിസ്റ്റ് വില്ലേജ് അതെന്നും ബ്ലഡ് മിസ്റ്റ് വില്ലേജ് തന്നെയാണ്. അതിൽ നിന്ന് യാതൊരു മാറ്റവും ഇല്ല. അത് കേട്ട് ആ മിസ്റ്റ് വില്ലേജിലുള്ള ചില ആൾക്കാർ അവരവിടേക്ക് ഓടിക്കൂടി ഇവാബയെ ചീത്ത വിളിക്കാനായിട്ട് ആരംഭിക്കും. ബൊറൂട്ടോ ഒരുപാട് കഷ്ടപ്പെട്ട് അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കും. പക്ഷെ അവരാണെങ്കിൽ ഇപ്പൊ ബൊറൂട്ടോയെയും നറൂട്ടോയെയും അവന്റെ ക്ലാനെ ഒക്കെ തന്നെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുകയാണ്. ഉടനെ 1ന് 100 പറഞ്ഞ് 50 പറഞ്ഞ് പൊരിഞ്ഞ അട്ടയിട്ടി ഫൈറ്റ്. അവരാണെങ്കിൽ സ്മോക്കൊക്കെ ഉപയോഗിച്ച് നമ്മുടെ ആൾക്കാരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. അതിന് ബൊറൂട്ടോ ഇവാബയോട് പറയും, ഇവാബെ നമ്മൾ ഇവിടേക്ക് വന്നത് ആരുമായിട്ട് ഫൈറ്റ് ചെയ്യാനല്ല. സോ ഒരു കാരണവശാലും അവരെ പ്രവോക്ക് ചെയ്യാനോ അവരുടെ പ്രവോക്കിങ്ങിൽ വീഴാനോ പാടില്ല. കാഗുര വീണ്ടും ഇവാബയോട് റിക്വസ്റ്റ് ചെയ്യും, ദയവ് ചെയ്ത് ഞങ്ങളോടൊന്നും തോന്നരുത്. ഞങ്ങളുടെ ഗ്രാമത്തിൽ ചില ആൾക്കാർ പെട്ടെന്ന് പ്രവോക്ഡ് ആവും. എനിക്ക് ആ സമയത്ത് അവരെ തടയാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് വീണ്ടും അവൻ ഇവാബയുടെ മുൻപിൽ ഒരുപാട് താഴ്ന്ന് റിക്വസ്റ്റ് ചെയ്യും. അതിന് ഇവാബയാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും പറയില്ല. അപ്പൊ ആ മിസ്റ്റ് വില്ലേജില് അടിയുണ്ടാക്കിയതില് മുൻപിൽ നിന്നവൻ അവന്റെ പേര് അച്ചിയോ എന്നാണ്. അവനും അവന്റെ ടീമും
ഏതോ ഒരുത്തന്റെ മുൻപിൽ വന്ന് നിൽക്കും. അപ്പൊ അവന്റെ മെയിൻ ആള് അവൻ ഫുൾ കലിപ്പില് ഹാച്ചിയോട് പറയും, നീ ആ പൊടി പിള്ളേരുടെ മുൻപിൽ തോറ്റുപോയല്ലേ. കട്ട് ചെയ്താ ഡെങ്കി അവനാണെങ്കിൽ ആ സിറ്റിയിലൂടെ നടന്ന് കണ്ണി കണ്ടതെല്ലാം തന്നെ വാങ്ങി കൂട്ടുകയാണ്. എന്നിട്ട് ഏതോ ഒരു പാത്തിലൂടെ അങ്ങനെ നടന്നു വരുമ്പോ അവന്റെ തൊട്ടു മുൻപിലുള്ള ഒരു ബൾബ് അത് ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങും. അടുത്ത സെക്കൻഡ് അവിടേക്ക് ആരൊക്കെയോ വന്ന് അവന്റെ വാ പൊത്തിപ്പിടിച്ച് അവിടുന്ന് കടത്തിക്കൊണ്ടു പോകും. ഇവിടെ ബൊറൂട്ടോയും ടീമും ആണെങ്കിൽ ഒരുപാട് നേരമായി ഡെങ്കിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇത്രയും നേരമായിട്ടും ഡെങ്കി എത്തിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് അവർ പരസ്പരം ചോദിക്കും. ഉടനെ അപ്പോഴായിരിക്കും ഒരു വമ്പ ട്വിസ്റ്റ്. അവരുടെ തൊട്ടു മുൻപിലുള്ള ഒരു ഗ്ലാസ്സിൽ റെഡ് കളറിൽ എന്തോ ഒന്ന് എഴുതി വരും. അത് മറ്റൊന്നുമല്ല, നിങ്ങളുടെ ഫ്രണ്ട് ഇപ്പൊ എന്റെ കസ്റ്റഡിയിലാണ്. അവനെ വിട്ടു കിട്ടണമെങ്കിൽ ഞാൻ പറയുന്ന ഏരിയയിലേക്ക് നിങ്ങൾ വരണം. അത് കണ്ട് നമ്മുടെ ആൾക്കാർ ഷോക്കാവും. അതേസമയം ഇവിടെ ഡെങ്കിയെ ആ ഹാച്ചിയാൻ ടീം അവരൊരു കത്തിയൊക്കെ പോയിന്റ് ചെയ്ത് അങ്ങനെ ഭീഷണിപ്പെടുത്തി നിർത്തുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഒരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബിസോ.